العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ അഭിമുഖീകരിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാൻ സന്ദർഭം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയും ഇതിന് കളമൊരുക്കിയ ഇസ്ലാഹി സെന്റർ ഭാരവാഹികളോട് അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയും നിങ്ങൾക്കെല്ലാവർക്കും പ്രാസംഗികൻ എന്ന നിലക്ക് നന്ദി രേഖപ്പെടുത്തും. മറവ് കൂടുതലുണ്ട്. അതുകൊണ്ട് സംസാര വിഷയം ചിലപ്പോൾ മാറിപ്പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് കേട്ടത് ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട ബാധക എന്ന, അത് ചിലപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തരണം ചെയ്യേണ്ട ബാധകൾ എന്നായി മാറിയേക്കാം. അങ്ങനെ വന്നാൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മലപ്പുറം മാപ്പിളമാർ, കൊണ്ടോട്ടി കാക്കന്മാർ, കോഴിക്കോട്ടെ കോയന്മാർ, തലശ്ശേരി കെയ്മാർ ഇവരടങ്ങുന്ന സമുദായ മക്കൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വിദ്യാഭ്യാസപരമായും വിശ്വാസപരമായും കർമ്മപരമായും സാംസ്കാരികമായും വളരെ മലപ്പുറം കാക്ക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മലപ്പുറം മാപ്പിള എന്ന് പറഞ്ഞാൽ അരയിൽ ഒരു പച്ച ബെൽറ്റ്, ഒരു കള്ളിത്തുണി, ഏറി വന്നാൽ ഒരു മുണ്ടും, ഷർട്ടില്ല. അങ്ങനെയാണ് നമ്മളെ ഹുസൈൻ മല്ലക്ക് രോഗമായപ്പോൾ വൈദ്യർ പറഞ്ഞു ഒരു ഷർട്ട് തുന്നിക്കണം. അങ്ങനെ ഷർട്ട് തുന്നിച്ചു. അതിന് മുന്നിലൊരു പോക്കറ്റ് ഉണ്ട്, അത് അടിയിൽ നിന്നിട്ട് പിടിച്ച് കഴിക്കലാണ്. അപ്പം അങ്ങനെ കഴിക്കും നേരെ പാടും മറി. പിറ്റേന്ന് ഇടുമ്പോൾ പോക്കറ്റ് കാണില്ല, പിറ്റേന്ന് മറിച്ചിടുമ്പോൾ പോക്കറ്റ്. അങ്ങനെ ആ ഷർട്ട് കീറി മറ്റേ ഷർട്ട് തുന്നിച്ചപ്പോൾ തുന്നൽക്കാരൻ ചോദിച്ചു, പോക്കറ്റ് എങ്ങനെയാണ് വേണ്ടത്? ഒന്നരാടനായിക്കോട്ടെ. അപ്പം മൂപ്പർ വിചാരിച്ചത് ഒന്നരാടം പോക്കറ്റിനാണ്. ഇതായിരുന്നു മലപ്പുറം മാപ്പിളന്മാരുടെ വിധി. ആ സന്ദർഭത്തിലാണ് പറ്റിയും തെറ്റയുമായി ഇസ്ലാഹി പ്രവർത്തകർ പ്രബോധനം ആരംഭിച്ചു. ആ ഘട്ടത്തിൽ നജിദിലെ ശൈത്താൻ അറിവുണ്ടോ, വടി വീങ്ങിട്ട് കഥ കണ്ടോ, വഹാബികളെ തുടരണ്ട, വിഡ്ഢിത്തങ്ങൾ വളരണ്ട എന്ന പാട്ടാണ് ആദ്യം ഇറങ്ങിയത്. അതായത് നജിദിലെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ പരേതനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, പരിഷ്കർത്താവായ ഈ നാട്ടിലെല്ലാം വളരെയധികം പരിഷ്കരണം വരുത്തിയ ജാറങ്ങൾ പൊളിക്കുകയും മറ്റും ചെയ്ത തൗഹീദ് സ്ഥാപിച്ചത് അദ്ദേഹത്തിന് നജിദ് ഭാഗത്തിലായത് അദ്ദേഹം ജനിച്ചത് എന്നതുകൊണ്ട് നജിദിലെ ഷെയ്ത്താന് പേര്. അദ്ദേഹത്തെ പറ്റി ഒരു കഥ പറഞ്ഞുണ്ടാക്കിയതാണ്. ഒരു വടി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് മരിച്ചുപോയ മുഹമ്മദ് നബിയെ കൊണ്ട് ഈ വടിയുടെ ഉപകാരം പോലില്ല, വടി കൊണ്ട് ഒരു ഇല ഒടിക്കാം അല്ലെങ്കിൽ പാമ്പിനെ കൊല്ലാം, ഈ ഉപകാരം കൂടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വടി പിന്നിൽ കൂടി ഓടിയിട്ട് വയലേക്ക് വന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് ഒരു കഥ പറഞ്ഞുണ്ടാക്കി. അദ്ദേഹം 92 വയസ്സ് വരെ ആരോഗ്യത്തോട് ജനിക്കുകയും പായൽ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ആദ്യകാലത്തെ മുജാഹിദുകളുടെ പേര് വടി മുണുങ്ങിയെന്നായിരുന്നു. വിഴുങ്ങ എന്നുള്ളതിന് സാധാരണ നാടൻ മലയാളത്തിൽ വടി മുണുങ്ങി, അതെ പോണ ഒരു വടി മുണുങ്ങി, ആ വീട്ടിൽ വടി മുണുങ്ങിയുണ്ട്, ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെയാണ് ചാലിയത്ത് കുഞ്ഞാ മുസ്ലിയാരെ വായക്കാട് മദ്രസ സ്ഥാപിക്കുകയും സിലബസ് തയ്യാറാക്കുകയും പുസ്തകം തയ്യാറാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി.
അന്നാണ് ഒരു കാലത്തും ലാ തജ്അലുൽ ബാനീന മദ്റസ ബയ്യിലിയതഅല്ലമൂന ജഹന്നമിന്റെ ആഖിറിലെ മീമ മദ്റസയുടെ ആഖിർ ജഹന്നമ. ഒരു കാലത്തും ആൺകുട്ടികളെ നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കാൻ അയക്കരുത്. മദ്രസ എന്നത് ദർസ് എന്ന പദത്തിൽ ജഹന്നമുൻ നരകം എന്ന വാക്കിന്റെ അവസാനത്തെ മീമ് ദർസിന്റെ ആദ്യത്തിൽ കൂടിയതാണ്. അങ്ങനെയാണ് മദ്രസ ഉണ്ടായത്. അതുകൊണ്ട് മദ്രസയിൽ പഠിക്കുന്ന ആൺകുട്ടികളുടെ ഭാവി നരകത്തിലായിരിക്കും. പെൺകുട്ടികളെ പ്രശ്നം അവിടെ ഇല്ല. കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല, എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് 1930 സമസ്ത പ്രമേയം പാസ്സാക്കിയത്. ഇതായിരുന്നു ആ കാലം. മറ്റൊരു തടസ്സം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുടി വാർത്താൻ പാടില്ല. 4 ഭാഗം വെട്ടി നടുവിലൊരു ചട്ടി ഇബ്ലീസിന്റെ കുട്ടി നരകത്തിലേക്ക് തട്ടിയെന്നാ പറഞ്ഞു. അപ്പം ഒറ്റ അടയ്ക്കണം. അന്ന് മുടി വളർത്താൻ നമ്പറത്തേക്ക് നേർച്ചുള്ള മുടി മാത്രമേ വളർത്താറുണ്ട്. അത് അവിടെ പോയി കളിക്കുക എന്നുള്ളതാണ് പതിവ്. അല്ല, തലയിൽ രോഗം, ചിറങ്ങ് പോലുള്ള രോഗം ഉണ്ടാകുമ്പോഴാണ് നമ്പറത്തേക്ക് നേർച്ചയാക്കുക. ഈ പരിതസ്ഥിതിയിൽ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെയും ഇസ്ലാമിൻ്റെ ജീവനായ തൗഹീദിൻ്റെയും കാര്യം പറയാനില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകളായി. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ജീവൻ തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സഹാബി സമീപിച്ച്, യാ റസൂലല്ലാഹ് മൽ മൂജിബത്താനി, സ്വർഗം നിർബന്ധമാക്കുന്നതും നരകം രണ്ട് കാര്യങ്ങൾ ഒറ്റ വാക്കിലിട്ട് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. കാല മമ്മാത്തൽ ആയിശരിക്കുമില്ലായി ചെയ്യും ദഖല ജന്ന, ശിർക്ക് ചെയ്യാതെ തൗഹീദോട് കൂടി മരിച്ചു പോയാൽ സ്വർഗത്തിൽ കടക്കും. അവന് മറ്റു കുറ്റങ്ങളുണ്ടെങ്കിലും ആ കുറ്റങ്ങൾക്ക് അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ആ കാലം കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ വരും. ഒമമ്മാത്ത ഇസ്രിക്കുമില്ലായി ചെയ്യും ദഖലന്നാർ, ചെയ്തുകൊണ്ട് തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അവൻ നരകത്തിൽ കടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ദീനിന്റെ കാതലായ ജീവനായ അടിത്തറയായ ആ വശത്തിനെന്ന് 2 കാര്യങ്ങളാണ് മുഖ്യമായും അർത്ഥമായിരിക്കും. ഒന്ന്, പ്രാർത്ഥന. അപകടങ്ങളിൽ അകപ്പെടുമ്പോൾ, രോഗം മൂർച്ഛിക്കുമ്പോൾ, ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ബദരീങ്ങളെ രക്ഷിക്കണേ, തങ്ങളെ കാക്കണേ. ബദരീങ്ങളെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ശിർക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ അർത്ഥന, അപേക്ഷ ഒരു ദുആ ഇബാദത്താണ്. അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ പ്രാർത്ഥന ബദരീങ്ങൾ കേൾക്കും, അവർക്കത് മനസ്സിലാക്കാൻ കഴിയും, ഇവന്റെ സ്ഥിതി കാണാൻ കഴിയും, ആരെ രക്ഷിക്കാൻ കഴിയും. രക്ഷിക്കൽ എങ്ങനെയാണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണ്. അപ്പോ അള്ളാഹുവിന്റെ സമീഉ, ബസീർ, ഖദീർ എന്നീ വിശേഷണങ്ങൾ അള്ളാഹുവിനെ പങ്കുചേർക്കും. പിന്നെ അവനെ രക്ഷിക്കുക എന്നുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം രക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടു. അപ്പൊ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന കൊണ്ട് ബദരീങ്ങളെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹുവിന്റെ അവകാശമായ ആരാധനയിലും അള്ളാഹുവിന്റെ അധികാരമായ സഹായത്തിലും പങ്കുചേർക്കുന്നു എന്നുള്ളത്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം സുലഭമായി ധാരാളമായി കേരളത്തിൽ നടക്കുന്നത് നേർച്ചയാണ്. നേർച്ച എന്നത് സുന്നത്തായ ഒരു ഇബാദത്ത് വരാൻ നേർച്ചയാക്കുക വഴി അയാൾക്ക് നിർബന്ധാക്കി തീർക്കുന്നതാണ് നേർച്ച എന്ന്. ഇത് സാമ്പത്തിക നേർച്ചയാണെങ്കിൽ അതിൽ 3 വ്യക്തികളുണ്ടാകും, 3 കക്ഷികൾ. ആ സജ്ജനങ്ങൾ ഭക്ഷണത്തിന് അവർക്ക് പ്രിയമുള്ളതോട് കൂടി തന്നെ സാധുക്കൾക്കും യതീമുകൾക്കും ജയിൽപ്പുള്ളിക്കും ഭക്ഷണം നൽകുന്നതാണ്. അപ്പൊ സുന്നത്തായ ഒരു കാര്യമാണ്. ഒരാള് 10 അനാഥകൾക്ക് കോഴിമാംസം നൽകുമെന്ന് നേർച്ചയാക്കും. അപ്പൊ ഇതില് നേർച്ചയാക്കുന്ന ആമിനക്കുട്ടി 1-ാം കക്ഷി, അതിന് പ്രതിഫലം നൽകുന്ന നേർച്ചക്കാരനായ അള്ളാഹു 2-ാം കക്ഷി.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നേർച്ച എന്ന ഇബാദത്ത് സ്വീകരിച്ച് അതിന് പ്രതിഫലം നൽകുന്ന നേർച്ചക്കാരൻ അല്ലാഹു മാത്രമാണ്. ആ ഭക്ഷണം വാങ്ങിക്കഴിക്കുന്ന അനാഥകൾ മൂന്നാം. മധ്യശേഖന് ഒരു കോഴി നേർച്ചയാക്കി നോക്കുക. അവിടെ നേർച്ചയാക്കുന്ന ആമിനക്കുട്ടി ഒന്നാം കക്ഷി. ആ നേർച്ച സ്വീകരിച്ച് തന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുന്ന നേർച്ചക്കാരനായി അവൾ വിശ്വസിക്കുന്ന മധ്യശേഖ ആ കോഴിമാംസം ശേഖിന് എത്തിക്കാൻ വരുന്ന ആക്ര തൊഴിലാളികൾ മൂന്നാം കക്ഷിയിൽ അതല്ല. അതാണ് നേർച്ചയുടെ വ്യത്യാസം. അപ്പൊ ഇന്ന് കേരളത്തിൽ അള്ളാഹ്ക്കുള്ള നേർച്ച ഇല്ല എന്ന് തന്നെ പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് തൗഹീദിന് വിപരീതമായി ധാരാളമായി നടക്കുന്നത്. ഇതിന് പറയുന്ന ന്യായം ഞങ്ങൾ അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അമ്പിയ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടത് ശിർക്കല്ല. അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടോ? എന്താണ് അമ്പിയാക്കൾക്കുള്ളത്? മുഅ്ജിസത്ത്. അവര് പ്രവാചകൻ അള്ളാഹു നിയോഗിച്ച ആ പ്രവാചകൻ ചെന്ന് തന്റെ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഞാൻ അള്ളാഹുവിനാൽ നിയുക്തനായ പ്രവാചകനാണെന്ന് പറഞ്ഞ് സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അയാൾ അദ്ദേഹത്തെ നിഷേധിക്കുകയും അതിന് തെളിവ് ഹാജരാക്കുക എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അവസരത്തിൽ അവൻ പ്രവാചകൻ മുഖേന പ്രകടിപ്പിക്കുന്ന അമാനുഷിക സംഭവത്തിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇതിന് ഖുർആനിൽ ഉപയോഗിച്ചത് ആയത്ത്, ദൃഷ്ടാന്തം, ദൃഷ്ടിക്ക് ഗോചരമാകുന്ന തെളിവ് എന്ന. ഉദാഹരണം, മൂസ അലൈഹിസ്സലാമിനെ ഫിറൗന്റെ അടുത്തേക്ക് അള്ളാഹു നിയോഗിച്ചയച്ചു. അങ്ങനെ ട്രെയിനിങ്ങൊക്കെ നൽകി വടിയേറ്റ് അയച്ചത്. വഖാല മൂസ യാ ഫിറഔന ഇന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഫറോവ, ഞാൻ ലോകരക്ഷിതാവിനാൽ നിയുക്തനായ പ്രവാചകനാണ്, അതുകൊണ്ട് നിങ്ങൾ സത്യം സ്വീകരിക്കണം, ഇസ്രായേലരെ എൻ്റെ കൂടെ അയച്ചു തരണം. കാല ഇൻകുന്ത ജീത്തബി ആയത്തിൻ ബിഹ ഇൻകുന്ത മിനസ്വാദിഖീൻ. എടുത്ത പാടെ ഖുർആൻ പറഞ്ഞു, ഇനി അതിന് വല്ല ലോകരക്ഷിതാവിനാൽ നിയുക്തനായ പ്രവാചകനാണ് എന്നതിന് വല്ല ദൃഷ്ടാന്തവും കൊണ്ടാണ് നീ വന്നിട്ടുള്ളതെങ്കിൽ അതിങ്ങനെ കാണിക്കും. മുമ്പ് പരിശീലിപ്പിച്ച് വെച്ച പ്രകാരം ആ വടി നിലത്താണ്ടിട്ടു. അയ്യത്തും അതാ ഓടുന്നൊരു പാമ്പായിട്ടു. അപ്പൊ ഇതിങ്ങനെയുള്ളതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയും. നാം മനസ്സിലാക്കിയ പ്രകൃതി നിയമങ്ങൾക്കതീതമായി പ്രവാചകൻ മുഖേന അള്ളാഹു വെളിപ്പെടുത്തുന്ന അമാനുഷിക ദൃഷ്ടാന്തം, ഇതിനാണ് ആയത്ത് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ സാധാരണ പാമ്പ് ജനിക്കുണ്ടായത് എങ്ങനെയാണ്? അതിന്റെ മുതിർന്ന ജീവി കാണും പെണ്ണും ഇട ചേർന്നിട്ട് മുട്ടയിട്ട് വിരിഞ്ഞുണ്ടാവുന്നു. അതാണ് കാര്യകാരണ ബന്ധത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതി നിയമം. അതിന് വിപരീതമായി ഒരു വടിയാണ് നിലച്ചിട്ട് ആ വടി പാമ്പായി ഇങ്ങനെ മാറും. അപ്പൊ ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പ്രവാചകത്വത്തോട് കൂടി പ്രവാചകന് നൽകുന്ന ഒരു കഴിവല്ല യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത്. മറിച്ച് സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന അമാനുഷിക ദൃഷ്ടാന്തം അവൻ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ മുഖേന അള്ളാഹു വെളിപ്പെടുത്തുന്നു. അതൊരു കഴിവാണ്ട് കൊടുക്കലല്ല. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഉദാഹരണം, ഓരോ പ്രവാചകൻ വരുമ്പോഴും ജനങ്ങൾ പല വിധത്തിലുള്ള അമാനുഷികത തുരെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതിന് പരിശുദ്ധ ഖുർആൻ നൽകിയ മറുപടി, ഇന്നമല്ലായാത്തു ഇൻദല്ലാഹ്, തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണുള്ളത്, എന്റെ പക്കലില്ല. വഇന്നമാ അന നദീറും മുബീൻ, ഞാൻ പ്രത്യക്ഷമായൊരു താക്കീതുകാരൻ മാത്രമാണ്. അത് ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന മുഅ്ജിസത്ത് അവൻ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ മുഖേന അവൻ വെളിപ്പെടുത്തുന്നു. ഇത് പ്രവാചകന് പ്രവാചകത്വത്തോടു കൂടി ലഭിക്കുന്ന ഒരു കഴിവല്ല. വഖ്സമൂ ബില്ലാഹി ജഹദ അയ്മാനിഹി, അവർ അള്ളാഹുവിന്റെ പേരിൽ അവർ കൊണ്ടാകും വിധം ഉറപ്പായി സത്യം ചെയ്ത് പറയുന്നു. എന്ത്? ലഇൻ ജാഅത്തുഹും ആയത്തുൻ, അവർക്കൊരു ദൃഷ്ടാന്തം വന്നു കിട്ടുകയാണെങ്കിൽ ലയുമിനന്ന ബിഹാ, തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വസിക്കുമെന്ന് സത്യം ചെയ്തു പറയുന്നു.
ഇന്നമൽ ആയാത്തു ഇൻദല്ലാഹ്, നബിയെ മറുപടി പറയുക, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിൽ മാത്രമാണുള്ളത്, എൻ്റെ അടുത്തില്ല. എനിക്ക് ഇഷ്ടം പോലെ പ്രകടിപ്പിക്കാൻ പ്രവാചകന് ലഭിക്കുന്ന ഒരു കഴിവല്ല, പ്രവാചകൻ മുഖേന അള്ളാഹു വെളിപ്പെടുത്തുന്നതാണ് ദൃഷ്ടാന്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് വഖാലു, മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ, വെള്ളമില്ലാത്ത ഈ മക്കാ മരുഭൂമിയിൽ നിന്ന് ഒരു ഉറവ് നീ ഒഴുക്കി കാണിക്കുന്നത് വരെ നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. അത് തെക്കൂനലൊക്കെ ജന്നത്തും മിൻ അഖീലിൻ വഅനബി ഫതുഫജ്ജിറൽ അന്നാറ ഖിലാലഹാ തഫ്ജീറ, അല്ലെങ്കിൽ നിനക്ക് മുന്തിയുടെയും ഈത്തപ്പഴയുടെയും ഒരു തോട്ടം ഉണ്ടാവും, ആ തോട്ടത്തിലൂടെ നീ അരുവികൾ ഒഴുക്കി കാണിക്കും. ഈ തോട്ടം ഉണ്ടാകുക പറഞ്ഞാൽ കൈ വെച്ച് പിടിപ്പിക്കാന്നുള്ള അർത്ഥമല്ല. ഒരു സുപ്രഭാതത്തിൽ കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ സുന്ദരമായൊരു തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടി അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്താന്ന് ചോദിച്ചപ്പോൾ ഇത് മുഹമ്മദ് നബി പ്രകടിപ്പിച്ച മൈസത്താണ്. അത് അല്ലെങ്കിൽ നീ ബാധിച്ചില്ല, അതിൻ്റെ ദിനത്തിൽ ആകാശം ഉരുകി വീഴുന്നു, അതിപ്പോൾ തന്നെ ഞങ്ങളുടെ മേലെ നീ ഉരുക്കി ഇങ്ങനെ ഇങ്ങോട്ട് വീഴ്ത്തണം. ഔ തീർച്ചയായും മലായിക്കത്ത് കബീല, അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കുകളെയും അഭ്യുഗമായി ഞങ്ങൾ കൊണ്ടുവരണം. മലക്കും അള്ളാഹും വന്നിട്ട് ഇത് മുഹമ്മദ് ഞാൻ നിശ്ചയിച്ചതിനാണെങ്കിൽ പറയണം. അല്ലെങ്കിൽ ബൈത്തുമിൻ സുഹ്റഫിൻ, നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടായിരിക്കും. സുപ്രഭാതത്തിൽ കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ ഒരു വീടിങ്ങനെ. ദർക്കാഭിസ്തമായി, അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് ഇങ്ങനെ കയറിപ്പോ. ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ദൃഷ്ടാന്ത ഗ്രന്ഥം ഇറക്കിക്കൊണ്ടുവരുന്നത് വരെ നീ കയറിപ്പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഈ ആറാലൊരു ദൃഷ്ടാന്തം നീ കാണിക്കുന്നവരെ നീ നബിയാണെന്ന് വിശ്വസിക്കില്ല. അതിനെന്താ ഖുർആൻ മറുപടി അറിയാൻ പറഞ്ഞത്? സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. നബിയെ പറയുക, സുബ്ഹാന റബ്ബി, അങ്ങനെ ഒരു പടപ്പുണ്ടാവുക എന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാൻ ദൂതനായ ഒരു മനുഷ്യൻ മാത്രമല്ല. ദൂതനായൊരു മനുഷ്യന്റെ കയ്യിൽപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെടാൻ അല്ല. അപ്പൊ എന്തായാലും മനസ്സിലാക്കേണ്ടത് പ്രവാചകത്വത്തോടു കൂടി അള്ളാഹു പ്രവാചകന് കൊടുക്കുന്ന കഴിവല്ല മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത്. മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന മുഅ്ജിസത്ത് അവൻ പ്രകടിപ്പിക്കുന്നു. പ്രവാചകൻ അല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ആഗ്രഹിച്ചു. അവരാവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു അമാനുഷിക ദൃഷ്ടാന്തം പ്രകടമായിക്കൊണ്ട് അവരെ സത്യത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന് മറുപടിയായിട്ടാണ് അവരുടെ അവഗണന തിരിഞ്ഞു കളയൽ നിനക്ക് അസഹ്യമായി തോന്നുന്നുവെങ്കിൽ നിനക്ക് ഭൂമിയിലേക്ക് എഞ്ഞിറങ്ങാൻ ഒരു മാളമോ അല്ലെങ്കിൽ വലിഞ്ഞു കയറേണ്ട ഒരു കോണിയോ കണ്ടെത്തുകയും അങ്ങനെ പദ്ധതിയുമായ അവർക്ക് ഒരു ദൃഷ്ടാന്തം കൊണ്ടുകൊടുക്കാൻ കഴിയുകയും ചെയ്യുമെങ്കിൽ അതങ്ങ് ചെയ്തോളൂ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയെല്ലാം സന്മാർഗത്തിൽ അവൻ ഏകീകരിക്കുമായിരുന്നു. അങ്ങനെയല്ല അവൻ ഉദ്ദേശിച്ചത്. ബുദ്ധിപരമായ തെളിവുകൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക, അവരത് ചിന്തിച്ച് മനസ്സിലാക്കി സത്യം ഗ്രഹിക്കുക, അങ്ങനെ സന്മാർഗത്തിലാകുക, അല്ലെങ്കിൽ തള്ളിക്കളി അങ്ങനെ ദുർമാർഗത്തിലാകുക. ഇതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. അതുകൊണ്ട് നീ മിനൽ ജാഹിലീൻ, നീ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകരുതാണ്. ഈ വസ്തുത മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. മൂസ അലൈഹി ഇസ്ലാം മദീനയിൽ നിന്ന് കുടുംബവുമായി ഈജിപ്തിലേക്ക് രാത്രി പോവുകയാണ്. അങ്ങനെ വെളുത്തല്ല, വഴി അറിയില്ല. ആ സമയത്താണ് സീനാപർവ്വതത്തിൽ നിന്ന് വലിയ ഒരു പ്രഭ. അപ്പം വിചാരിച്ചത് അവിടെ ആളുകളുണ്ട്, തീ കൂട്ടുകയാണ്. അപ്പം ഞങ്ങളവിടെ ഇരിക്കെ ഞാൻ അവിടുന്ന് തീക്കൊള്ളിയോ അല്ലെങ്കിൽ വഴി അന്വേഷിക്കുകയോ ചെയ്തു വരാൻ തോന്നും. അപ്പോൾ ആ ദിവ്യ പ്രഭയായിരുന്നു, അള്ളാഹുവിൻ്റെ പ്രഭയായിരുന്നു. അള്ളാഹ് പറഞ്ഞു, അതാ നിന്റെ രക്ഷിതാവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പ്രവാചകത്തെല്ലാം നൽകി ഫിറോന്റെ അടുത്തേക്ക് പോകാനെല്ലാം പറഞ്ഞു.
അതിൻ്റെ ശേഷം മൊയ്സത്തിന്റെ പരിശീലനം നൽകാം. ഉമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നിന്റെ വലം കൈയിലുള്ള അതെന്താണ്? ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഉതു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ. ഇതെന്റെ വടിയാണ്, ഞാൻ കുത്തിപ്പിടിക്കാൻ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ആടുകൾക്ക് ഇലകൾ ഒളിച്ചു കൊടുക്കുന്നു, എനിക്കതുകൊണ്ട് മറ്റ് പല പ്രയോജനങ്ങളുമുണ്ട്. ഖാല അൽഖിഹാ യാ മൂസ, മൂസ വടിയൊന്ന് നിലത്തിട്ടാട്ടെ. ഫഅൽഖാഹാ, അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ച് ആ വടി നിലത്തിട്ടു. ഫൈദാഹി അയ്യത്തുൻ തുസ്ആ, അത് ഓടുന്നൊരു പാമ്പായി തീർന്നിരിക്കും. പാമ്പിനെ പോലെ അത് പിടയുന്നത് കണ്ടപ്പോൾ വല്ല ഹാരിബൻ മൂസ അലൈഹിസ്സലാം തിരിഞ്ഞോടി. വലഞ്ഞു ആക്ടിവ്, മറിഞ്ഞു നോക്കില്ല. മറിഞ്ഞു നോക്കാൻ കുറച്ച് സമയം എടുക്കും, അപ്പോഴേക്ക് പാമ്പ് വന്ന് കടിക്കുന്നുള്ളതൊക്കെ തിരിഞ്ഞോടി. യാ മൂസ അഖ്ബിൽ, അല്ലാഹു പറഞ്ഞു മൂസ മുന്നോട്ട് വരിക, വലാ തഖഫ്, നീ പേടിക്കണ്ട, ഇന്നക മിനൽ ആമിനീൻ, തീർച്ചയായും നീ നിർഭയരിൽപ്പെട്ടവനാണ്, സുരക്ഷിതരിൽപ്പെട്ടവനാണ്. ഖാല ഖുദ്ഹാ വലാ തഖഫ്, അതെടുത്തോളൂ, പേടിക്കണ്ട. സനുഈദുഹാ സീറത്തഹൽ ഊലാ, അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് നാം അതിനെ മടക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ പരിശീലനം. അപ്പൊ വടി പാമ്പായപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ പാമ്പിനെ കണ്ടാൽ എന്ത് സംഭവിക്കും, അതുപോലെ മൂസ അലൈഹി ഇസ്ലാം ഓടി. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? മജിദ പ്രകടിപ്പിക്കുക എന്നുള്ളത് അതിന്റെ പരിണാമ രഹസ്യം പ്രവാചകൻ അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഓടുമായിരുന്നില്ല. അപ്പൊ അള്ളാന്റെ കൽപ്പന അനുസരിക്കാന്ന് മാത്രമേ ഉള്ളൂ, ഇതൊരു കഴിവല്ല. അങ്ങനെ ഫിർഔന്റെ അടുത്ത് പോയി അത് അഭ്യാസം കാണിച്ചപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഇതിവിടെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അന്ന് സിഹ്ർ ജാലവിദ്യ മികച്ചു നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഈജിപ്ത്. അപ്പൊ പറഞ്ഞു, ഇവിടെ കയറിട്ട് വടി കയറൊക്കെ പാമ്പാക്കുക എന്നുള്ളത് സാധാരണയാണ്, വേണമെങ്കിൽ മത്സരിക്കണം. ഞാൻ അങ്ങനെ മത്സരിക്കും തീരുമാനിച്ചു. ഒരു ഉത്സവ ദിവസം നിശ്ചയിച്ചു, കളം നിശ്ചയിച്ചു, എല്ലാം വിളംബരം ചെയ്തു. പ്രസിദ്ധരായി എല്ലാ സാഹിറന്മാരെയും വിളിച്ചു വരും. ആലോ യാ മൂസ ഇമ്മാൻ തുൽഖിയ ഇമ്മാൻ നകൂന അവ്വല മൻ നൽഖ. അവർ പറഞ്ഞു, മൂസ ഒന്നുകിൽ ആദ്യം നീ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളാകട്ടെ ആദ്യം പ്രകടിപ്പിക്കും. കാലബല്ലൽക്കു, മൂസ അലൈഹി സ്വലാം പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രദർശിപ്പിക്കുക. അങ്ങനെ അവരുടെ വടികളും കയറുകളും ഒക്കെ കളത്തിലിട്ടു. വലമ്മ അവിടെ ജാലവിദ്യയുടെ കാഠിന്യം കാരണം വടികളും കയറുകളും ഒക്കെ എഴുകയാണെന്ന് മൂസ അലൈഹി സ്വലാമിന് തോന്നിപ്പോയി. മൂസ, അപ്പൊ മൂസ അലൈഹി സ്വലാമിന് ഉള്ളിൽ ഭയം തോന്നി. എന്താണ് ഭയം തോന്നിയത്? കടിക്കുന്നുള്ളവർക്കല്ല, എനിക്കും കാണിക്കാനുള്ളത് തന്നെ തോന്നി എന്നുള്ളത് ഇപ്പൊ അള്ളാഹ് പറഞ്ഞതാണ്. മൂസ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അവരുടെ വടികളും കയറുകളും എഴുതുന്നു. ഞാൻ എൻ്റെ വടി ഇട്ടാൽ എൻ്റെ വടിയും ഇതുപോലെ എഴുയും, പിന്നെ എനിക്കെവിടെ വിജയം? അപ്പൊ ആണ്ട് കൂങ്ങി വിളിച്ചു പോകുമല്ലോ എന്ന്. ഖുൽനാ ലാ തഖഫ്, നാം പറഞ്ഞു പേടിക്കണ്ട, ഇന്നക അൻതൽ അഅ്ലാ, നീ തന്നെയാണ് ഉന്നതൻ. വൽഖി മാ ഫീ യമീനിക, നിന്റെ വലം കൈയിലുള്ള വടി കളത്തിലിട്ടോളൂ. തൽഖഫ് മാ സനഉ, അത് വടി പാമ്പാവുക എന്ന് മാത്രമല്ല, അവർ നിർമ്മിച്ചതെല്ലാം തന്നെ അത് വിഴുങ്ങിക്കൊള്ളുന്നതാണ്. അങ്ങനെ വടിയിട്ടു, ആ വടി പാമ്പാവുകയും അതുവരെ കാണാത്ത കാഴ്ച മൂസ അലൈഹി ഇസ്ലാം കാണുകയും ചെയ്തു. എന്താണ്? അവരുടെ വടിക്കഷ്ണങ്ങളും കയറ് കഷ്ണങ്ങളും ഒക്കെ അത് വിഴുങ്ങുന്നു. മൂസ, ഇതോടുകൂടി മത്സരിക്കാൻ വന്നിരുന്ന ജാലവിദ്യക്കാരെല്ലാം അള്ളാഹുവിന് സുജൂദിലായി പോയി. കാരണം സിഹ്ർ പോയാൽ എവിടെ വരെ പോകുന്ന അവർക്കറിയാം, ഇത് സിഹ്റല്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണെന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാഹു വിശ്വസിച്ചുകൊണ്ട് അവര് സുജൂദിലായി പോയി. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അവിടെ പേടിച്ചത് ആദ്യം ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇത് വടി പാമ്പാവുക മാത്രമല്ല, അവരുടെ നിർമ്മിതികളെ വീഴുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ശക്തിയും അള്ളാഹു അതിന് കൊടുക്കാമെന്ന് മനസ്സിലാക്കിയത്. ഇതാണ് യഥാർത്ഥത്തിൽ മൗഇദത്തിന്റെ അവസ്ഥ. അങ്ങനെ ആ മൗഇദത്ത് ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തില് മാമിനൽ അംബിയാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഉഅതിയ മിനൽ ആയാത്തി മാ മിസ്ലു ആമൻ അലൈഹിൽ ബശർ. ഓരോ സമുദായത്തിനും വിശ്വസിക്കാവുന്ന ദൃഷ്ടാന്തം ഓരോ പ്രവാചകനും അല്ലാഹു നൽകിയിട്ടുണ്ട്.
വൈനമാ കാനല്ലദി ഊതീതുഹു അയ്യൻ അവ്വാഹു ഇലയ്യ, എനിക്ക് അള്ളാഹു നൽകിയത് എനിക്ക് വഹയായി അള്ളാഹു നൽകിയ ഖുർആനാണ്. അർജു അൻ അകൂന അക്സറു താബിഈൻ യൗമൽ ഖിയാമ, അതുകൊണ്ട് അന്റെ ദിനത്തിൽ കൂടുതൽ അനുയായികളുള്ള ആള് ഞാനായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. എന്താണത്? ഓരോരുത്തരുടെയും മറ്റ് പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തം അവരുടെ കാലത്തോടു കൂടി കഴിഞ്ഞു. ഇന്നിപ്പോൾ മൂസ അലൈഹിസ്സലാമിന്റെ ബോഡി പാമ്പായി എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കൂല. ഈസ അലൈഹിസ്സലാം ജനിച്ചത് അങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ആരും വിശ്വസിക്കൂല. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം അങ്ങനെ ഒരു പാറിന്റെ ഉള്ളിൽ നിന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതേ അവസരത്തിൽ നബിയുടെ പ്രധാന മജ്‌ദത്തായ പരിശുദ്ധ ഖുർആൻ ഇന്നും വള്ളിക്ക് വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് ചിന്തിക്കാനും ഗ്രഹിക്കാനും അങ്ങനെ സത്യം കണ്ടെത്താനുമായി നമ്മുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ നില തുടരും. ഞാനായിരിക്കും അധികം അനുയായികളുള്ള ആള്. അങ്ങനെ ഇപ്പൊ പറഞ്ഞത് ഓരോ പ്രവാചകനും അതാത് കാലത്ത് ജനങ്ങൾ വിശ്വസിക്കാവുന്ന ഖുർആൻ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഖുർആനിൽ പ്രവാചകന്മാരെ പറ്റി പറയുന്നത് വബിമാ നഖ്ലിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാത്തില്ലാഹി വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ്. ജൂതന്മാർ അവരുടെ കരാർ ലംഘിച്ചതുകൊണ്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതുകൊണ്ടും പ്രവാചകന്മാരെ അന്യായമായി കൊന്നതുകൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്നവർ പറഞ്ഞതുകൊണ്ടും അള്ളാഹുവിന്റെ ശാപത്തിന് അവർ വിധേയരായി. ഇത് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ജൂതന്മാർ ചില പ്രവാചകന്മാരെ കൊന്നു. ഇപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഓരോ പ്രവാചകനും മൊഴിത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ മൊഴിത്ത് നൽകപ്പെട്ട ചില പ്രവാചകന്മാർ വധിക്കപ്പെട്ടു, ജൂതന്മാർ അവരെ കൊന്നു. അപ്പൊ അവരെ ജീവൻ രക്ഷിക്കാനുള്ള ഉപാധിയായില്ല അവർക്ക് നൽകിയ മൊഴിത്ത്. ഇനി അവർ മരിച്ചു പോയ ശേഷം ഒരാൾ നമ്മളെ വെടിവെക്കാൻ പോരുമ്പോൾ നബിയെന്ന് വിളിച്ച് പറയാത്തതിന് കാര്യമുണ്ടോ? ജീവിതകാലത്ത് അവർക്ക് നൽകപ്പെട്ട മൊഴിത്ത് അതൊരു കഴിവല്ല. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന മൊഴിത്ത് പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ അത് മതിയായില്ല. ഈ ഖുർആനിൽ പറയുന്ന പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വദന്നൂനി ഇസ്ഹബ മുഗാളിബൻ ഫലന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽളുലുമാത്തി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വദന്നൂനി മത്സ്യക്കാരനെയും ഓർമ്മിക്കുക എന്നാണ്. മത്സ്യക്കാരനാരാണ്? യൂനുസ് നബി. എന്താ അങ്ങനെ പറയാൻ കാരണം? യൂനുസ് നബിയെ ദൂനവ എന്ന പട്ടണത്തിലാണ് പ്രവാചകനായി നിയോഗിച്ചത്. എത്ര പ്രബോധനം ചെയ്തിട്ടും ഒരു പ്രതികരണവും ജനങ്ങളിൽ കണ്ടെത്തിയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാതെ കുപിതനായി അവിടുന്ന് ഓടിപ്പോയി. എന്താ ഇവരോട് പ്രബോധനം ചെയ്ത് കാര്യം? അങ്ങനെ വഴിയിൽ വെച്ച് ഒരു കപ്പലിൽ കയറി. കപ്പല് മുങ്ങുമെന്ന് ഘട്ടെത്തിയപ്പോൾ ഭാരം കുറക്കാനായി നറുക്കിട്ടു. അങ്ങനെ ആദ്യത്തെ നറുക്ക് കിട്ടിയത് യൂനുസ് നബിക്കാണ്. അദ്ദേഹത്തെ പിടിച്ച് വെള്ളത്തിൽ വെച്ച് ഒരു മത്സ്യം അദ്ദേഹത്തെ വീഴ്ന്നു. അങ്ങനെ ആ മത്സ്യത്തിന്റെ വായിൽ കടന്നു. ആമാശയത്തിൽ വെച്ചാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അന്ധകാരങ്ങളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു. വെള്ളത്തിന്റെ അന്ധകാരം, മത്സ്യത്തിന്റെ ചർമ്മത്തിന്റെ അന്ധകാരം, ആമാശയത്തിന്റെ, ഈ മൂന്ന് അന്ധകാരങ്ങൾ ഉള്ളിൽ വെച്ചാണ് പ്രാർത്ഥനക്കർഹൻ നീ മാത്രമാണ്, സുബ്ഹാനക നീ പരിശുദ്ധനാണ്, ഇന്നീ കുൻതു മിനൽ ളാലിമീൻ ഞാൻ ഓടിപ്പോവുക കാരണം അക്രമികളിൽപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പൊ എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത്? അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ കയ്യിൽപ്പെട്ട കാര്യമായിരുന്നുവെങ്കിൽ യൂനുസ് അലൈഹിസ്സലാം അപകടത്തിൽപ്പെടുമായിരുന്നില്ല. അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായി അദ്ദേഹത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വരുമായിരുന്നില്ല. അപ്പൊ യൂനുസ് നബി മരിച്ചു പോയ ശേഷം യൂനുസ് നബിയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതർത്ഥമല്ല. അള്ളാഹ് കൊടുത്ത ഒരു കഴിവും കൊടുത്തിട്ടില്ല. അങ്ങനെ
ഫസ്തജബ്നാ ലഹു, ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകുകയും വനജ്ജയ്നാഹു മിനൽ ഗമ്മി, ആ ദുഃഖം ചെയ്തു. അതിന്റെ എങ്ങനെ രക്ഷിച്ചത്? ആ മത്സ്യത്തിന് അല്ലാഹു തോന്നിപ്പിച്ചു ഇതിങ്ങനെ ദഹിക്കൂല, അങ്ങനെ കരയിൽ കൊണ്ടുവച്ച് ഛർദിച്ചപ്പോ തൊലിയെല്ലാം പോയിക്കണം. അങ്ങനെ അവിടെ കിടന്ന് ആരോഗ്യം പ്രാപിക്കുകയും രണ്ടാമത് ദിനപാലന പട്ടണത്തിലേക്ക് നിയോഗിക്കുകയും അവിടെ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്രകാരം തന്നെ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബിയെ ഓർമ്മിക്കുക. ഇത് നാദാ, അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്നീ മസ്സനിയർ ദുർറു, എന്റെ രക്ഷിതാവേ എന്നതാ രോഗം ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണികരിൽ ഏറ്റവും കാരുണ്യവാനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് മാരകമായ രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ ആദ്യം വിട്ടുപോയി, പിന്നെ കുടുംബങ്ങൾ വിട്ടുപോയൊരു ഭാര്യ മാത്രമായി. അപ്പൊ നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഈ രോഗിയെ വെക്കാൻ പറ്റുകയില്ല, ഞങ്ങൾക്കൊക്കെ രോഗം വരും. അങ്ങനെ ഭാര്യ ഭർത്താവിനെ തോളിലിട്ടിട്ട് വിജനമായ സ്ഥലത്ത് പോയി അവിടെ ഒരു കൂടാറുണ്ടാക്കിയതിൽ വെച്ച് അങ്ങനെ ചുറ്റുഭാഗത്ത് നടന്ന് വീട്ടുകളിൽ ഒത്താശ ചെയ്തിട്ട് കിട്ടുന്ന ആഹാരം അയ്യൂബ് നബിക്ക് കൊടുത്തു എന്നാണ്. അങ്ങനെയാണ് ഈ പ്രാർത്ഥന നടത്തിയ അദ്ദേഹം ആ രോഗത്തിന് ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് ആ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിന്റെ ആ ദുരിതം നാം അകറ്റിക്കൊടുത്തു. ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? രോഗം മാറ്റുക എന്നത് ഒരു പ്രവാചകന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോഴോ വഫാത്തായ ശേഷമോ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല. അപ്രകാരം തന്നെ അയ്യൂബ് നബി സന്താന സൗഭാഗ്യത്തിന് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ശ്രേഷ്ഠർ സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികൾ ശ്രേഷ്ഠർ ശുഹദാക്കളാണ്. ശുഹദാക്കളെക്കാൾ ശ്രേഷ്ഠർ സിദ്ദീഖുകളാണ്. സിദ്ദീഖുകളെക്കാൾ ശ്രേഷ്ഠർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളെ ശ്രേഷ്ഠർ മുർസലുകളാണ്. മുർസലുകൾ ശ്രേഷ്ഠർ ഉലുൽ അസ്മായ 5 പേരാണ്. അത് 1 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഇബ്രാഹിം നബി അലൈഹി. അപ്പൊ ശ്രേഷ്ഠതയിൽ 2ാം സ്ഥാനത്തുള്ള മനുഷ്യനാണ്. ആ പ്രാർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി, ഭാര്യ സന്തോഷവാർത്ത കേട്ടപ്പോൾ പറഞ്ഞ ഒരു പ്രതികരണം, ആലത്ത് യാ വൈലത്താ അലിദു വന അജൂദും വഹാദാ ബൈലി ശൈഖാ ഇന്ന ഹാദാ ലശൈഉൻ നജീബ്. അവര് പറഞ്ഞു യാ വൈലത്താ, ഓ കഷ്ടം, സന്തോഷത്തോടു കൂടി പറയാണ്. ആ അലിദു, ഞാൻ ഇനി പ്രസവിക്കുവാന അജൂദ്, ഞാനൊരു കഴിയായിരിക്കേ, വഹാദാ ബൈലി ശൈഖ, എന്റെ ഭർത്താവിതാ വൃദ്ധനായിരിക്കുന്നു, ഇന്ന ഹാദാ ലശൈഉൻ നജീബ്, തീർച്ചയായും ഇത് അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. 86ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ പ്രാർത്ഥന നടത്തിയത്. അപ്പോ 24ാം വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് അത്രയും കൊല്ലം സന്താനദാവുമായി ഇന്ന് ജനിക്കും നാളെ ജനിക്കും പറഞ്ഞു നോക്കുമ്പോൾ പ്രകൃതിപരമായി സന്താനങ്ങൾ ജനിക്കാത്ത പ്രായത്തിലെത്തിയിരിക്കുന്നു. അപ്പോഴാണ് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇതെന്താ മനസ്സിലാക്കേണ്ടത്? സന്താനരഹിത ജനിക്കാത്തവർ മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ജാറത്തിൽ പോവുകയോ ചെയ്തിട്ട് കാര്യമില്ല. പ്രവാചകൻ ജീവിതകാലത്ത് സ്വന്തം ജീവിതത്തിൽ സന്താന സൗഭാഗ്യം നൽകുക എന്നുള്ളത് ആ പ്രവാചകന്മാരുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല. അപ്പോ മുഅ്ജിസത്ത് എന്നത് അള്ളാഹ് കൊടുത്ത സിറായത്ത് കൊടുത്തൊരു കഴിവല്ല. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന മുഅ്ജിസത്ത് അവൻ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ മുഖേന അവൻ പ്രകടിപ്പിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഇനി അപ്രകാരം തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. നൂഹ് നബി അലൈഹിസ്സലാം ആയിഷ ഫീഹിം അൽഫസന ഇല്ലാ 50 ആമൻ, 950 കൊല്ലം ജനങ്ങളിൽ ഇടയിൽ ജീവിച്ച് പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിന്റെ രൂപങ്ങൾ രാപ്പകല് പ്രബോധനം ചെയ്തു. ജനങ്ങൾ തുണിട്ട് മൂടി ചെവിയിൽ കഴിച്ചൊക്കെ പറഞ്ഞ ശേഷം അവസാനം കസ്സബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകസ്സബൂ അബ്ദനാ വഖാലൂ മജ്നൂനൻ വസ്ദുജർ. ഇവരുടെ മുമ്പ് നൂഹിന്റെ ജനത അവിശ്വസിച്ചു.
ഫകസ്സബൂ അബ്ദന, നമ്മുടെ അടിമയായ നൂഹിനെ അവർ കള്ളനായി തള്ളി. വഖാലു മജ്നൂൻ, പറഞ്ഞു ഇവൻ ഭ്രാന്തനാണ്. വസ്തുജിർ, വിരട്ടി ഓടിക്കപ്പെടുകയും. എവിടെ ചെന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവിടെ നടന്നിട്ട് വിരട്ടി ഓടിക്കപ്പെടും. അപ്പോ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ, അപ്പോഴാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു, അന്നീ മഗ്ലൂബ്, ഞാനിതാ പരാജയപ്പെട്ടിരിക്കും, ഇനി ഒരു നിവൃത്തിയില്ല, നിൽക്കാനെ നിന്നിട്ട് ശേഷമല്ലേ പ്രബോധനം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫന്തസിർ, എന്റെ രക്ഷയ്ക്ക് നടപടിയെടുക്കണമേ. ഇതിനെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വയം ജനങ്ങളെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവം തടുക്കാനോ പ്രവാചകന് കഴിയില്ല എന്നാണ്. ഇവിടെ മധ്യനൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ കിട്ടൊക്കെ വരുമ്പോൾ അവരൊന്ന് നന്നായി ഒരു നോക്കുകയിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തവർ ഇങ്ങനെ നോക്കിയാൽ മതി ജനങ്ങളെ. അവരെ ഒരുത്തൻ പോയി മസ്കറ കൊണ്ടാരെ അപ്പോഴേ നാടെല്ലാം തിജാൽ നിറച്ചവർ. മസ്കറാനെ പരീക്ഷിക്കുക. കുത്തുബുൽ അക്താബിനെ പോയി ഒരാൾ പരീക്ഷിച്ച് എന്താണ്, ഒരു പിതാവും മകനും വന്നിട്ട് പിതാവ് പറഞ്ഞു, എൻ്റെ മകന് വേണ്ടിയിട്ട് നിങ്ങൾ പുറക്കാൻ അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേഷ്യം പിടിച്ചത്. എന്തേ കാരണം? ഈ മകൻ, എൻ്റെ മകൻ എന്ന് പറയാൻ വിവാഹത്തിലൂടെ ഉണ്ടായ മകനായിരുന്നില്ല. അപ്പോ ഷേഖിനെ പറ്റിക്കാൻ ഷേഖ് അറിയില്ല എന്നാ. എവിടെ വെച്ച് നടന്ന സംഭവമാണ് ഏത്? എവിടെ നടന്നു, അങ്ങനെ ഗർഭം ധരിച്ചു മകനുണ്ടായി. പിന്നെ ആ മകൻ വളർന്നുകൊണ്ട് മകനേറ്റ് വന്നതാണ്. അപ്പൊ ഷേഖ് അറിയില്ല എന്ന് ഈ പിതാവിന്റെ സംസാരത്തിൽ നിന്ന് ഒരു തോന്നലുണ്ടായി. അപ്പോഴാണ് ഷേഖ് ദേഷ്യപ്പെട്ടിട്ട് വീട്ടിലേക്ക് കണ്ടുപോയി. അപ്പൊ ബഗ്ദാദ് മുഴുവനും കത്താൻ തുടങ്ങി. ഇത്തരം കാര്യങ്ങൾ പ്രവാചകന്മാരെ നിലനിൽക്കുക ഇതാണ്. അപ്രകാരം തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഫലസ്തീനിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബം ഈജിപ്തിലേക്ക് കുടിയേറിപ്പാർത്തു. പിന്നെ അവിടെ അടിമകളായി ദുരിതങ്ങൾ അനുഭവിച്ചു. അവരെ മോചിപ്പിച്ച് ഫലസ്തീനിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യത്തിന്റെ. അന്നിങ്ങനെ വന്ന് ഒക്കെ ചെയ്തിട്ട് ഇവരെ എത്തായിട്ടും ഫലസ്തീൻ കടക്കുന്നില്ല. അവർ പറഞ്ഞു അതിൽ പോക്കിരികളായ ആളുകളുണ്ട്, അവരവിടെ ഉള്ള കാലത്തോളം ഞങ്ങളത് കടക്കൂലെന്ന്. കാലൂ യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഉനാ ഖായിദൂൻ. മൂസ, അവരവിടെ ഉള്ള കാലത്തോളം ഞങ്ങൾ കണ്ടു കടിക്കാം, ആ പ്രശ്നം പറയണ്ട. അതുകൊണ്ട് നീയും നിന്റെ രക്ഷിതാവും പോയിട്ട് ഇതും ചെയ്തിട്ട് വിവരമായിട്ട് പറയും, ഇവരെ തോൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന്. ഞാൻ ഒരു നിവൃത്തിയില്ല. ഇത്രയും ദൃഷ്ടാന്തങ്ങൾ കണ്ട് ഒരുപാട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെ നിന്നിട്ട് പരിശീലനം ലഭിച്ച ആൾക്കാർ ധിക്കാരികൾ വന്നു. പിന്നെന്താ മൂസ അലൈഹി ഇസ്ലാം ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വഅഖീ. അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, എന്റെ കാര്യവും എന്റെ സഹോദരനായ ഹാറൂന്റെ കാര്യവും മാത്രമേ ഞാൻ അധീനപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് ഫഫ്റുഖ് ബൈനനാ വബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഞങ്ങളുടെയും ഈ ധിക്കാരികളായ ഈ ജനതയുടെയും ഇടയിൽ നീ വേർപ്പെടുത്തണമെന്ന് അവസാനം ഉണ്ടായത് അതാണ് മൂസ അലൈഹി ഇസ്ലാം. ഇപ്പൊ എന്താണ്? അമാനുഷികമായ കഴിവുണ്ടെങ്കിൽ ഒറ്റ നോട്ടം കൊണ്ട് ഇവരാണ് തകർക്കില്ല. ഇല്ല, അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോ ഇതാണ് പ്രവാചകന്മാരുടെ. ഇനി ദൃഷ്ടാന്തത്തിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞു. ജനങ്ങൾ ധിക്കരിക്കുമ്പോൾ അവർക്ക് വെല്ലുവിളിയായിട്ടാണ് പ്രവാചകൻ മുഖേന അള്ളാഹു ദൃഷ്ടാന്തം വെളിപ്പെടുത്തുന്നത്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് പ്രോത്സാഹനമായി ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ശത്രുക്കളല്ല, മിത്രങ്ങൾക്ക് സഹായമായി. ഉദാഹരണത്തിന് നിങ്ങൾ ബൈബിളിലൊക്കെ കേട്ടിട്ടുണ്ടായി, എന്താ, കുറഞ്ഞ ഭക്ഷണം അധികം ആളുകൾക്ക് തീറ്റിയത്. ആ ഖന്തഖ് യുദ്ധ വേളയിൽ, ഖന്തഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഖന്തഖ് ചടങ്ങാണ്. ഹിജ്റ 4-ാം വർഷം 10,000 സൈന്യങ്ങൾ ഇനി പറ്റാണ്ട് നശിപ്പിച്ചാളെന്ന നിലക്ക് വരുന്നു എന്ന് നബിക്ക് വിവരം കിട്ടിയപ്പോൾ നബി സഹാബിമാരോട് ആലോചിച്ചു. അങ്ങനെ ഒരു സഹാബി അഭിപ്രായപ്പെട്ടതനുസരിച്ച് പെട്ടെന്ന് കടക്കാതിരിക്കാൻ മദീനയുടെ ചുറ്റുഭാഗത്തും കിടങ്ങ് കയറി.
ആ കിടങ്ങ് കീറുന്ന അവസരത്തിൽ ഒരു ഉറപ്പുള്ള പാറ പോലെ ആര് കൊത്തിയിട്ടും തകരുന്നില്ല. അങ്ങനെ നബിയോട് എന്ന് പറഞ്ഞ് നബി അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഞാൻ കൊത്തിക്കളയാം എന്ന് പറഞ്ഞിട്ട് നബിയുടെ നേച്ചിട്ട് ഷർട്ട് അയച്ചു നോക്കുമ്പോൾ നബിയുടെ വയറ്റത്തൊരു കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. നമുക്കെന്താ മനസ്സിലാവില്ല. കാരണം എന്താണ്, ഒരു വിശന്നാൽ ഒരു ഒതുക്കത്തിന് വേണ്ടിയാണ് അതെന്നാ പറയുന്നത്. അപ്പം അത്രയും വിശപ്പുണ്ട്. അത് കണ്ടപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി. ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ട്? ഇവിടെ ഒരു സായ ഗോതമ്പും ഒരു ചെറിയ ആട്ടുംകുട്ടി. എന്നാൽ അത് ഗോതമ്പ് ശരിയായിക്കോ, ആട്ടുംകുട്ടിയെ ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞ് വേഗത്തിൽ അതിനർത്ഥം ശരിയാക്കിയിട്ട് ഇത് അടുപ്പത്തായപ്പോൾ പോയി. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്നെ അപമാനിക്കരുത്, നബിയും ഒരു 2-3 ആളുകൾ. അങ്ങനെ നബിയോട് സ്വകാര്യമായിട്ട് നബിയിൽ പറഞ്ഞു, ഒരു 2-3 ആൾ വന്നാൽ മതി നബിയോട്. അപ്പം നബിയുടെ പ്രഖ്യാപനം, ജാബിർ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ജാബിർ റളിയല്ലാഹു അൻഹു 3 ദിവസം ഭക്ഷണം തന്നെ കഴിക്കാതെ ഈ അധ്വാനത്തിലായിരുന്നു ഞങ്ങൾ. അപ്പം എത്രമാത്രമാണ്. അപ്പോൾ ആളുകൾ ആകാത്തോടെയാണ്. അങ്ങനെ നബി പറഞ്ഞു, ഞാൻ വന്നിട്ട് അടുപ്പിൽ നിന്ന് എടുത്തേക്കാൻ പറ്റുള്ളൂ നബി എന്ന് പറഞ്ഞു. അങ്ങനെ ജാബിർ ആദ്യം ഓടി ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഭാര്യ ഇതറിഞ്ഞ് വഷളാക്കുന്നു, ഞാൻ നീ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബീന് വന്നിട്ട് ആ പാത്രമാണ് തുറന്നു, ഉണ്ടാക്കിയ പത്തിരി ഒരു പാത്രത്തിലാണ്ട് വെച്ചെടുത്തു. 10 ആളെ വിളിച്ചു, അവർ പിന്നെ ആ മൂടി കണ്ട് വെച്ചു. അങ്ങനെ 1000 ആളുകൾക്ക് ഈ ഭക്ഷണം നൽകി. തുടങ്ങി അത്ര അതിനേക്കാൾ ബാക്കിയായി. അപ്പം അതെന്താണ്, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് അധികം ആളുകൾ എത്തിക്കുക, ഭക്ഷണം വർദ്ധിപ്പിച്ചു. എന്താ പറയുള്ളത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാരെ അള്ളാഹു സഹായിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം നബി ബദർ യുദ്ധത്തിൽ ഒരു പിടി മണൽ വാരിയണ്ട് എറിഞ്ഞു. അത് അവരുടെ എല്ലാവരുടെയും കണ്ണിലകപ്പെട്ടു. അങ്ങോട്ട് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ശത്രുവിൻ്റെയും കണ്ണിലായി. അതൊരു പരാജയത്തിന് കാരണമായിട്ട്. ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, ഒമാ റമൈത്ത ഇത് റമൈത്ത, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, മറിച്ച് അള്ളയാണ് എറിഞ്ഞത്. നീ എറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എറിഞ്ഞിട്ടില്ലല്ലോ. നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, മറിച്ച് അള്ളയാണ് എറിഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? നീ എറിഞ്ഞാൽ മനുഷ്യൻ എന്ന നിലക്ക് മുന്നോട്ട് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന ചിലരുടെ കണ്ണിൽ പതിപ്പിക്കാൻ കഴിയും. ഇത് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അതുവിടെ കണ്ണിൽ പതിപ്പിച്ചു എന്നുള്ളത് നീ മുഖേന അള്ളാഹു പ്രകടിപ്പിച്ച സാധാരണ ഇതേ പ്രകാരം തന്നെയാണ് ഈ വചനത്തിന്റെ കാര്യം. ആ വചനത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റവസരങ്ങൾ പട്ടിണി കിടന്ന എത്രയോ അവസരങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യബ്ന ഉഖ്തി, എന്റെ സഹോദരപുത്ര, ലഖദ് കുന്നാ നൻദുറു ഇലൽ ഹിലാലി സുമ്മൽ ഹിലാലി സുമ്മൽ ഹിലാലി സലാസത്തി അദില്ലത്തിൻ ഫീ ശഹ്റൈൻ. ഞങ്ങൾ ഒരു മാസപ്രവ്യൂവാണ്, രണ്ടാമതൊരു മാസപ്രവ്യൂവാണ്, മൂന്നാമതൊരു മാസപ്രവ്യൂവാണ്. 2 മാസത്തിൽ 3 മാസപ്രവ്യൂകൾ കാണും. ഒമാ ഊഖിയത്ത് ഫീ അബിയാത്തി റസൂലില്ലാഹി നാറുൻ. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 വീടുകൾ തീ പൂട്ടാതെ കണ്ടു. തീ പൂട്ടാതെ, തീ കത്താതെ 2 മാസം ഞങ്ങൾ കഴിഞ്ഞുകൂടി. അപ്പൊ ഉറവ ചോദിച്ചു, കുൽത്തു, ഞാൻ പറഞ്ഞു, ഒമാ കാണ യുഴീശിക്കും, പിന്നെ എങ്ങനെ നിങ്ങൾ ജീവൻ നിലനിർത്തിയിരുന്നത്? കാലത്ത് അവർ പറഞ്ഞു, അല്ല അസുഖാനി ആ തമ്പുവൽ മാവ്, കറുത്ത 2 വസ്തുക്കൾ ഉണ്ടല്ലോ, അതെ വെള്ളവും കാരക്കയും, കുറച്ച് വെള്ളവും കുടിക്കും കാരക്കും. അപ്പൊ ഇവിടെ എന്താണ്, എല്ലാ അവസരത്തിലും നബിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യമാർ പട്ടിണി കിടക്കുമായിരുന്നില്ല. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന ബദരീങ്ങൾ പറയുന്ന, കുന്നാ നഅ്ദുമഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂടെ യുദ്ധത്തിൽ ഷജർ, ആ ഘട്ടങ്ങളിലൊക്കെ മരത്തിന്റെ ഇലയല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആടി കാട്ടിക്കുന്ന മണി അണിയായി തങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ കാട്ടിക്കുമായിരുന്നു. ഇപ്പൊ യുദ്ധത്തിന് പോവുകയാണ്, ഇലന്നോടി. അപ്പൊ നബിക്ക് ഈ കഴിവ് എല്ലാ സമയത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നബി അത് പ്രകടിപ്പിക്കുമായിരുന്നില്ല. ഇതേ പ്രകാരം തന്നെ വെള്ളത്തിന്റെ കാര്യവും ഹുദൈബിയ സന്ധിയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഇങ്ങനെ ഒളുണ്ടാക്കി ഒരു പാത്രത്തിൽ നിന്ന്. അപ്പൊ ആകാംക്ഷയോട് കൂടി സഹാബിവര്യന്മാരങ്ങനെ വളഞ്ഞു നിൽക്കുക.
ജന്തങ്ങളിൽ നിൽക്കുന്നു ചോദിച്ചപ്പോ ഈ വെള്ളമില്ലാതെ കുടിക്കാനോ ഒതുണ്ടാക്കാനോ കുടിക്കാനോ യാതൊരു വെള്ളമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അങ്ങനെ ആ കൈവിരലിന്റെ ഇടയിൽ നിന്ന് വെള്ളം അങ്ങനാണ്ട് ഉയർന്നിട്ട് ഉറവ് പൊട്ടിയിട്ട് അവിടെയുള്ള എല്ലാ പാത്രങ്ങളും അവരന്ന് 1400 ആളുകളുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അത് ഒരു സന്ദർഭം. അതേ അവസരത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ യാത്ര പോയി. വൈദാവിലെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മാല അറ്റുപോയി. അങ്ങനെ നബി ഒരു 5-6 ആളുകളെ നിശ്ചയിച്ചു. അത് അന്വേഷിച്ച് പിടിക്കാനായി. അത് കണ്ടില്ല. അതിന്റെ പേരിൽ അന്ന് അവിടെ താമസിക്കേണ്ടി വന്നു. അത് മരിപ്പറ്റല്ല, അവരുടെ കയ്യിൽ വെള്ളമില്ല. അങ്ങനെ ആളുകൾ ചെന്നിട്ട് അബൂബക്കർ പരാതി പറഞ്ഞു, ആയിഷ പറ്റിച്ച പണി കണ്ടില്ല, ജനങ്ങൾ ഒരു തുള്ളി വെള്ളമില്ല, ഇവിടെ നമ്മൾ കരുതിയിട്ടില്ല, അവിടെ താമസിക്കാൻ കരുതിയില്ല, ഒരു നിസ്സാര മാലയുടെ പേരിലാണ്. അങ്ങനെ അബൂബക്കർ വന്ന് ആയിഷ സമീപിച്ച് ചീത്ത പറയുകയും മുഷ്ടി ചുട്ടി ഇരിക്കുകയും ചെയ്തു. ആയിഷ എന്ന് പറയുന്നത് നബി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. അങ്ങനെ നേരം പുലർന്നു നോക്കുമ്പോൾ അതുണ്ടാക്കാൻ വെള്ളമില്ലാത്ത ഉപയോഗിക്കാൻ. അപ്പോഴാണ് ആയത്ത് സ്വയം എൻ്റെ ആയത്തിറങ്ങിയത്. അപ്പം അങ്ങനെ സന്ദർഭമുണ്ട്. അപ്പോൾ അവിടെ വെള്ളം വർദ്ധിപ്പിച്ചിട്ടില്ല. ഒമാറമയത്ത് ഇതറമയത്ത്. അപ്പം അത് എടുത്ത് പറഞ്ഞുകൊണ്ട് നബിക്ക് ഇങ്ങനെ കഴിവുണ്ട്, അതുകൊണ്ട് വഫാത്തായ ശേഷം വെള്ളമില്ലാതിരിക്കുമ്പോൾ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്നതാണ് പരമാർത്ഥം. ഇതേ പ്രകാരം തന്നെ ആണ് പിന്നെ കറാമത്ത് അമ്പി ഔലിയാക്കളോക്ക് അള്ള കൊടുത്ത കഴിവ് എന്നാണ് പറഞ്ഞത്. അള്ള കൊടുത്തു. ഈ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്തായിട്ടാ വന്നത്? ഏറ്റവും വില പിടിച്ച സന്മാർഗം. ഈ സന്മാർഗം അവരോട് രക്തബന്ധത്തിൽ ഏറ്റവും അടുത്ത ആളുകൾക്ക് കൊടുക്കാൻ പോലുള്ള കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബിയുടെ പിതാവ് പിതാവിനോട് അപേക്ഷിച്ച് നോക്കി, വിശ്വസിച്ചില്ല. അങ്ങനെ നബിയുടെ വചനം സമയം കഴിഞ്ഞു, അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് അലായിന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയ എന്ന വാക്കിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യരെ രണ്ടായി ഭാഗിക്കുകയാണ്. ഔലിയാഉല്ലാഹി ഔലിയാഉ ശൈത്താൻ. അള്ളാന്റെ മിത്രങ്ങൾ, ശൈത്താന്റെ മിത്രം, രണ്ടും ഖുർആനിൽ വന്ന പ്രയോഗമാണ്. ഔലിയ എന്നുള്ള വാക്കിന്റെ വിപരീതം അഅദാ, ശത്രുക്കൾ എന്നാണ്. ഈ വാചകം, ഈ പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട്. യൗമ നഹ്ശുറു അഅദാഅല്ലാഹി ഇലന്നാരി. അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, അന്ത്യദിനത്തെപ്പറ്റി പറഞ്ഞതാണ്. അള്ളാഹിന്റെ മിത്രങ്ങൾ സ്വർഗത്തിൽ പോകും. ഇത് മുഅ്മിനൂന കാഫിറൂന, മുസ്ലിമൂന മുശ്രിക്കൂന എന്ന പോലെ സന്മാർഗം പ്രാപിച്ചവർ അള്ളാഹിന്റെ ഔലിയാക്കൾ, സന്മാർഗത്തിൽ നിന്ന് വഴുതി പോയവർ ശൈത്താന്റെ ഔലിയാക്കൾ. ഈ പ്രയോഗം മാത്രമാണ്. ഇതുപോലെ തന്നെ ഹിസ്ബുല്ലാഹി, അള്ളാഹുവിന്റെ കക്ഷി, ഹിസ്ബു ഷൈത്താൻ, ഷൈത്താന്റെ കക്ഷി, രണ്ടും ഖുർആനിൽ വന്ന പ്രയോഗമാണ്. ഇനി കറാമത്തിനെ സംബന്ധിച്ചും ഉള്ള തെറ്റിദ്ധാരണ, കറാമത്ത് മൊയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ ഒരു സത്യവിശ്വാസി ആദരിച്ചുകൊണ്ട് അള്ളാഹു വെളിപ്പെടുത്തുന്ന അസാധാരണ കാര്യത്തിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഒരാൾ ഒരു കുടുംബത്തിൽ ജനിക്കും, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേനും ഇങ്ങോട്ട് കിട്ടുന്ന ഒരു അധികാര അവകാശമല്ല. ഇന്നിപ്പോ ആളുകൾ വിശ്വസിക്കുന്നത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ പ്രത്യേക വിഭാഗമാണ്. അവർക്ക് ജീവിത കറാമത്ത് കാണിക്കാൻ കഴിയും. കറാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആദരവ്, ബഹുമാനാണ്. ഈ സത്യവിശ്വാസി ആദരിക്കുന്ന ഈ അത്ഭുത കാര്യം അല്ലെങ്കിൽ അസാധാരണ കാര്യം അയാൾ മുഖേന പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കുല്ലമാ ദഖല അലിയ സക്കരിയൽ മെഹ്റാബ വജദ ഇൻദഹാ റിസ്ഖൻ ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാ. മറിയം റളിയല്ലാഹുവിനെ പറ്റി അറിയാലോ. മറിയം റളിയല്ലാഹു അൻഹയുടെ ഭാര്യയായ സക്കരിയ അലൈഹിസ്സലാം, അദ്ദേഹം മെഹ്റാബിൽ കടന്നു ചെല്ലുമ്പോൾ, മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പള്ളിയോട് ചുറ്റുമുള്ള വാതിൽ ഉയർന്ന മണ്ഡപങ്ങൾ, ആരാധന മണ്ഡപം നടത്തും, അല്ലാതെ നമ്മളെ മെഹ്റാബല്ല. ആ മെഹ്റാബിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖൻ, അവരുടെ അടുത്ത് ഒരു ഭക്ഷണം കണ്ടു.
അദ്ദേഹം ചോദിച്ചു, മറിയമ്മേ അന്നാലേക്ക് ആകാ, ഈ ഭക്ഷണം എവിടുന്ന് കിട്ടിയടേന്ന് ചോദിച്ചു. കാലത്തുകം എന്ന് എന്തില്ല, അത് അള്ളാന്റെ അടുത്ത് കിട്ടിയതാണെന്ന് പറഞ്ഞ് ആ ശൈലി നോക്കുമ്പോൾ ആ മറിയം റളിയല്ലാഹു അൻഹയെ ആദരിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ ഭക്ഷണം. ഇതുകൊണ്ട് ഇനി ഭക്ഷണം ഇല്ലാത്തപ്പോൾ മറിയം റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ഏർപ്പെടുത്തുന്നില്ല, അവർക്ക് വല്ല പങ്കുണ്ടോ? ഇല്ല. അസ്ഹാബുൽ കഹ്ഫ് ഉറക്കം തട്ടിന്റെ കാര്യം പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ 300 കൊല്ലം ഇറങ്ങിക്കിടന്നു എന്ന് പറഞ്ഞ ആളുകൾ, അത് അള്ളാഹ് അവർ മുഖേന വെളിപ്പെടുത്തിയ അസാധാരണ കാര്യം. അവിടെ പറയുന്നത് അവരുടെ ശ്രവണപുടങ്ങൾ നാം അടച്ചു, ഉറക്കി നടത്തും. എത്ര 309 കൊല്ലം അവിടെ ഉറങ്ങിക്കിടന്നു. ഒരു കല്ലിപ്പും ആക്കൽ യമീനി വദാത്ത ശിമാലി, അവരെ ഇടത്തോട്ടും വലത്തോട്ടും നാം മറിച്ചിട്ട് കൊണ്ടിരുന്നു, ശരീരം കേടിയരായിരിക്കാൻ വേണ്ടിയിട്ട്. വക്കതാലിക്ക് ഭയത്തിനാവും. അങ്ങനെ അത്ഭുതകരമായി അവരെ നാം എഴുന്നേൽപ്പിച്ച് അവർ പറയുന്നത് കാലു ലഭിക്കുന്ന യൗമനൗ യൗമിൻ, നമ്മളിവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂർ താമസിച്ചിട്ടുണ്ടാവും. അപ്പം കറാമത്തുണ്ടായത് കൊണ്ട് ആ ആൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്നുള്ളത് പഠിപ്പിക്കുകയാണ് അവിടെ. 300 കൊല്ലം അല്ലെങ്കിൽ 309 കൊല്ലം ഉറങ്ങിക്കിടന്ന ആളുകൾ എഴുന്നേറ്റ് പറയുന്നത് നമ്മൾ ലഭിക്കുന്ന യൗമനൗ യൗമിൻ. എന്നിട്ട് അവരിൽ ഒരാളെ അവരെ പഴയ നാണയവുമായി അങ്ങാടിയിലേക്ക് അയക്കുകയാണ്. അങ്ങാടിയിലേക്ക് അയക്കുമ്പോൾ അവൻ വളരെ സൂക്ഷ്മത കാണിക്കട്ടെ, നമ്മെപ്പറ്റി ഒരാളും അറിയാൻ ഇടവരരുത്. ഇന്നഹും ഈ അലയിക്കും, അവർക്ക് നമ്മെ പിടികിട്ടിയാൽ എറിഞ്ഞു നോക്കും, അവർ നമ്മളെ എറിഞ്ഞുകൊല്ലും. എഴുതൂക്കും മില്ലത്തിന്, അല്ലെങ്കിൽ അവരുടെ ശിർക്കിന്റെ മതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകും. വലന്തു ഫിലിഹു ഇതന്നബദാ, അങ്ങനെ വന്നാൽ നമ്മൾ ഒരിക്കലും വിജയിക്കുകയില്ല. അപ്പൊ അവർ വിചാരിക്കുന്നത് അവരെ കഴുത്ത് വെട്ടാൻ ഒരുങ്ങിയിരുന്ന രാജാവ് തന്നെയാണെന്ന് അവിടെ ഉള്ളതെന്നാണ്. കാരണം ഒരു ദിവസം ഏതാനും മണിക്കൂർ നമ്മൾ താമസിച്ചതാണ്. യഥാർത്ഥത്തിൽ 309 കൊല്ലമായപ്പോഴേക്ക് 4-5 തലമുറ കഴിഞ്ഞു. അന്ന് അവിടെ വിശ്വാസിയായ രാജാവുള്ള അവർക്കത് അറിയില്ല. ഇതാണ് കറാമത്തിന്റെ യഥാർത്ഥം. അതുകൊണ്ട് ഈ കറാമത്തിന്റെ പേര് ആളുകളെ വഞ്ചിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഒരു സത്യവിശ്വാസി മുഖേന അള്ളാഹ് ഉദ്ദേശിക്കുന്ന കറാമത്ത് അവൻ വെളിപ്പെടുത്തുന്നു എന്നതാണ്. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ തെറ്റാനൊക്കെ യാതൊരു ഇടമില്ല. അപ്പൊ അമ്പിയ വിദ്യാക്കാർക്ക് അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഒരർത്ഥമില്ല. പിന്നെ 6-ാം നൂറ്റാണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഇങ്ങനെ കറാമത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ, നന്മയുടെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ സഹാബിമാരുടെ കാലം 100 കിട്ടും. പിന്നെ 99, 98, 97 ഇങ്ങനെ പോയി. കറാമത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ സഹാബിമാരെ സ്ഥാനത്ത് 1 കിട്ടും. പിന്നെ 2, 3, 4 ഇങ്ങനെ കെട്ട് 6-ാം നൂറ്റാണ്ട് എത്തുമ്പോഴേക്ക് അടിമാനായിട്ട് അള്ളാന്റെ ഏകല് കേട്ടാരെ മുഷിന്നവർ സ്വർഗം എനിക്കും ഞാൻ വയ്യാൽ തുടർന്ന് നോക്കും, സുഖത്തോടെ തന്നാൽ ഇറങ്ങാൻ ഞാൻ എന്നവർ വയറ്റി കിടന്ന് തന്നെ തുടങ്ങി. ഞാനായിട്ട് അറിഞ്ഞു പോണെങ്കിൽ എനിക്ക് എൻ്റെ അനുയായികൾക്കും സ്വർഗം തരുന്ന ഉറപ്പാണ്. അവർക്കന്ന് 4 സ്വർഗം കൊടുത്താരെ ഉയർന്ന ദുനിയാവിൽ പിറന്ന് വളർന്നവർ. അങ്ങനെ 4 സ്വർഗം കൊടുത്തതിന് ശേഷമാണ് അവർ വയറ്റുന്ന ഡിഫായ് ഷെയ്ഖിന് വന്നത്. ഇതുപോലുള്ള കറാമത്തൊക്കെ കള്ളക്കഥകളാണ്. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ 2 വാക്കിന്റെ പേരിൽ മജ്ലത്ത് കറാമത്തിന്റെ പേരിലുള്ള അന്ധവിശ്വാസം ദൂരീകരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും അത് ശരിയായി മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സത്യം മനസ്സിലാക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന നല്ലവരായ ആളുകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. പിന്നെ ഞങ്ങൾ വന്ന കാര്യം ഇവിടെ വൈസി പറഞ്ഞു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും.